ലോകം, പ്രത്യേകിച്ച് ജപ്പാനും ചൈനയും തായ്വാനും അടക്കമുള്ള കിഴക്കനേഷ്യൻ രാജ്യങ്ങൾ വലിയ ആശങ്കയിലാണ്. ജാപ്പനീസ് മാംഗ കലാകാരിയും ബൾഗേറിയൻ ബാബ വാൻഗയുടെ അപരനാമത്തിൽ അറിയപ്പെടുന്ന വ്യക്തിയുമായ റിയോ തൽസുഗിയുടെ പ്രവചനങ്ങളാണ് ഇപ്പോൾ ആഗോളതലത്തിൽ വലിയ ഭയപ്പാടുകൾക്കും ചർച്ചകൾക്കും വഴി തെളിച്ചിരിക്കുന്നത്. പ്രകൃതി ദുരന്തങ്ങളെക്കുറിച്ചുള്ള അവരുടെ മുൻകാല പ്രവചനങ്ങൾ യാഥാർത്ഥ്യമായെന്ന അവകാശവാദങ്ങൾ ഈ ആശങ്കകൾക്ക് ആക്കം കൂട്ടുന്നുണ്ട്. റിയോ തൽസുഗിയുടെ പ്രവചനങ്ങൾ ജപ്പാനിൽ ഉടനീളം വലിയ ഭീതിയാണ് പരത്തിയിരിക്കുന്നത്. അവരുടെ വിഖ്യാത കൃതിയായ ഫ്യൂച്ചർ ഐ സോ എന്ന പുസ്തകത്തിലൂടെയാണ് തൽസുഗി ഈയൊരു പ്രവചനങ്ങൾ നടത്തിയിരിക്കുന്നത്. ഈ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു പ്രധാന പ്രവചനം ഇങ്ങനെയാണ്: ജപ്പാനും ഫിലിപ്പീൻസിനും ഇടയിലുള്ള കടൽ തിളച്ചുമറിയും. ഇത് 2025 ജൂലൈ 5 പുലർച്ചെ 4:18 തന്നെ സംഭവിച്ചിരിക്കും. ഈ പ്രവചനത്തെക്കുറിച്ച് പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങളാണ് ഇപ്പോൾ നിലവിലുള്ളത്. ചിലർ ഇതിനെ സമുദ്രത്തിനടിയിലെ അഗ്നിപർവ്വത സ്ഫോടനങ്ങളുമായി ബന്ധപ്പെട്ട പ്രതിഭാസമായിട്ടാണ് കണക്കാക്കുന്നത്. ഭൗമാന്തർ ഭാഗത്തു നിന്നുള്ള ലാവ സമുദ്രത്തിലേക്ക് പുറത്തേക്ക് വരുന്നതിനെക്കുറിച്ചാവാം ഈ പ്രവചനമെന്നാണ് അവരുടെ നിരീക്ഷണം. എന്നാൽ മറ്റൊരു വിഭാഗം ആളുകൾ ഇത് ഒരു വലിയ ഭൂകമ്പത്തിൻ്റെ സൂചനയാണെന്ന് വാദിക്കുന്നുണ്ട്. കടൽ തിളച്ചു മറിയുക എന്ന പ്രയോഗം ശക്തമായ ഒരു ഭൂകമ്പത്തെയും അതിനെ തുടർന്നുണ്ടാകുന്ന ഭീമാകാരമായ സുനാമിയെയുമാണ് സൂചിപ്പിക്കുന്നത് എന്നാണ് ഒരു കൂട്ടം ആളുകളുടെ വിശദീകരണം. ഈ പ്രവചനങ്ങളെ കൂടുതൽ യാഥാർത്ഥ്യമാക്കുന്ന ചില സംഭവ വികാസങ്ങൾ അടുത്തിടെ ഉണ്ടായി എന്നത് ആശങ്ക വർദ്ധിപ്പിക്കാൻ ഇടവരുത്തിയിട്ടുണ്ട്.